സ്വതന്ത്ര ചിന്തകർക്ക് എന്ത് പ്രാപഞ്ചിക വീക്ഷണമാണുള്ളത്? പ്രാപഞ്ചിക വീക്ഷണമുള്ള ആർക്കാണ്? ഒരു പഞ്ചായത്ത് മതത്തിന്. എത്ര ഗാലക്സികളെ കുറിച്ച് ആണ് ഈ മതം സംസാരിക്കുന്നതെന്ന് അറിയാവോ? ശ്യാമദ്രവ്യത്തെക്കുറിച്ചൊക്കെയാണ് ഇദ്ദേഹം പ്രഭാഷണം നടത്തുന്നത്. എവിടെയാണ് ഈ ഖുറാനിൽ ശ്യാമദ്രവ്യം, ശ്യാമോർജം? എന്ത് പ്രപഞ്ച വീക്ഷണമാണ് ഖുറാനിലുള്ളത്? നക്ഷത്രങ്ങൾ എന്താണ്? നക്ഷത്രങ്ങൾ നിങ്ങളുടെ ഇവിടെ ഡെഫിനിഷൻ പറയാനുള്ള ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? എന്താണ് നക്ഷത്രങ്ങൾ എന്ന് നിങ്ങൾ ഇവിടെ പറയൂ. ഞാൻ അതിലേക്ക് പോകുന്നില്ല, അതൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് വളർബിൾ ആയിട്ടുള്ള ഏരിയയാണ്. പിന്നെ അദ്ദേഹം കലിമയുടെ കാര്യം പറഞ്ഞു. അദ്ദേഹം ഒരു റെവല്യൂഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്നറിയോ? ഈ യേശുവിനെയും പിന്നെ മോസസിനെയൊക്കെ അംഗീകരിക്കും. അപ്പം എൻ്റെ ഒരു നിർദ്ദേശം ഇതേ ഉള്ളൂ, കലിമ ചൊല്ലുമ്പോൾ യേശുവിൻ്റെയും മോസസിൻ്റെയും പേര് അറ്റ്ലീസ്റ്റ് ആരുടെയെങ്കിലും ഒരാളുടെ കൂടി പേര് ചേർക്കാൻ താങ്കളുടെ യൂണിവേഴ്സിറ്റി, താങ്കൾ പഠിപ്പിക്കുന്ന മതപാഠശാലയിലെങ്കിലും ഇനി തീരുമാനമാക്കണം. കാരണം നമ്മൾ കുറച്ചുകൂടെ ഇൻക്ലൂസീവ് ആണല്ലോ, കോസ്മോപൊളിറ്റൻ ആണല്ലോ, കാത്തോലിക് ആണല്ലോ. നിങ്ങളത് ചെയ്യുമോ?